e4. I need to do this knight to c3. Protect ചെയ്തു. Even if the way is different. Bishop to c4. നല്ല പണിയാണ്, സ്ക്വയർ പണിയുണ്ട് അങ്ങോട്ട്. എൻ്റെ ഐറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് തടഞ്ഞു. എന്താ പോൻ്റെ പ്ലാൻ? പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. Don't really know, bro. Not sure what he's up to. Yes, there. ഇങ്ങനെ എടുക്കാം. അപ്പോൾ എനിക്ക് എന്തായാലും ക്യാൻസൽ ചെയ്യേണ്ടത് പോകും. കാരണം എനിക്ക് ഇങ്ങോട്ടല്ലാത്ത ഒന്നുകൂടി എടുക്കാൻ പറ്റൂല. പിന്നെ ഈ പോണിപ്പോൾ ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലല്ലോ. ആ പോണ്ട ഈ നൈറ്റിനെ ഇങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പകരം ഓനെ ഈ ബിഷപ്പോടെ ഇന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ബിഷപ്പിന് മാറ്റി കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ പോയി. അപ്പോൾ ഈ ഇവിടെ ഒരു ഡബിൾ അറ്റാക്ക് ഉണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കാം. ചെക്ക് മേറ്റ് ആവില്ല. അല്ലോ എനിക്ക് ഇങ്ങനെ എഴുതൂടെ? ഇതൊരു ഫോർക്കല്ലേ? ഞാനെന്താ അങ്ങനെ എന്ത് കത്തിച്ചേ? ഒന്ന് ക്യാൻസൽ ചെയ്തോടാ. ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ 2 പീസ് പോകും. എന്നാലും നല്ലൊരു പൊസിഷനാണിത്. നമ്മൾ ക്യാൻസൽ ചെയ്യാം. Attacking. Don't really want to go there. പക്ഷേ ഇത് അൺപ്രൊട്ടക്റ്റഡ് അല്ല. ഇതുണ്ട് എന്താണ്ട് അൺപ്രൊട്ടക്റ്റഡ്. എൻ്റെ ഇത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കാൻ പറ്റൂല. കിങ്ങിനെ എടുക്കാൻ പറ്റൂല. പക്ഷേ റുക്ക് കൊണ്ട് എടുക്കാമല്ലോ. കൊള്ളരുത്. ഇതിനെങ്ങോട്ട് പുഷ് ചെയ്യേണ്ടി വരും. ഇങ്ങോട്ട് പോകാൻ പറ്റൂല, ഇങ്ങോട്ട് പോകാൻ പറ്റൂല. Don't really know what's his plan. പിന്നെ ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലേ? പക്ഷേ ഇതിന് പ്രൊട്ടക്ഷൻ അല്ല. നമ്മൾ പോക്കിയിരുന്നു. ജസ്റ്റ് ഇതൊന്നും ഇങ്ങോട്ട് നീക്കണമെന്നുണ്ട്. ചെങ്ങായി ഡബിൾ പോണാക്കാനാണ് ഇത് ചെയ്യാം. can't do this. മറ്റേ ബിഷപ്പ് ഉണ്ടല്ലേ ഇവിടെ? Attacking this guy, but we don't really care. അതിന് നീക്കാൻ എനിക്കത് പറ്റൂല. ഇതിനെ പുഷ് ചെയ്താൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? കാണല്ല. ഈ ബിഷപ്പ് ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. അതാ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നാളോ? അതിനെ ഈ പോണോ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത്? ഓരോരോ അത് മറക്കും ഓരോന്ന്. ഇനിയിപ്പോൾ ഇത് നീക്കിയാൽ എനിക്ക് പ്രശ്നമായി. ഇതിൻ്റെ കീഴിൽ ഇതിനെ അറ്റാക്ക് ചെയ്യണ്ടേ? ഇതിനൊന്ന് ചേടാ പോണ് ഇനിയിപ്പോൾ എങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നാവും. ഇതിനൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യണില്ല. ഇത് പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? പക്ഷേ എനിക്കിപ്പോൾ സാധ്യത ചെയ്യാൻ പറ്റില്ല. ഇത് ഇങ്ങോട്ട് വന്നാൽ ഇതിനെടുക്കാനാണോ എൻ്റെ പ്ലാൻ? എനിക്ക് മനസ്സിലായി. പോലെ ടൈമുമില്ല. ഇങ്ങോട്ട് കളിക്കാൻ പറ്റൂല, ഇങ്ങോട്ട് കളിക്കാൻ പറ്റൂല, ഇങ്ങോട്ട് കളിക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ ഇതിനെ പുഷ് ചെയ്യോ? അല്ല, എന്തിയപ്പോൾ ഇങ്ങനെ ചെയ്താലേ എനിക്ക് ഈ നൈറ്റിനെ എടുക്കാം. അതൊരു പ്രശ്നമാണല്ലോ. എല്ലാവരും പോണല്ലേ പോയി കിട്ടുള്ളൂ ഇതെങ്ങനെ എടുത്താൽ. അപ്പോൾ അല്ലാതെ ട്രേഡിങ് മാതിരിയാണല്ലേ? ശരിയാ. സോ എനിക്കൊരു പോയിൻ്റ് എപ്പോഴും കൂടുതലാവും. നമുക്ക് ഇങ്ങനെ എടുക്കാം. മനസ്സിലായോ? പിന്നെ അതിനപ്പത്തിന് ഇങ്ങനെ എടുക്കണം. അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. ഒരു ഐഡിയ കിട്ടണില്ലല്ലോ. ചെക്ക് മേറ്റ് ഇട്ടത് ഇത് ചെക്ക് മേറ്റാണ്. പക്ഷേ എങ്ങനെ തടയാ? പെട്ടല്ലോ നാട്ടിലോട് തടയാറ്റ. ജസ്റ്റ് മിസ്സിന് മീറ്റ് തടഞ്ഞു. ബ്രോ ഒന്ന് ബ്ലണ്ടർ ചെയ്തിരുന്നെങ്കിൽ
ഭയങ്കര ഉപകാരമായിരുന്നു. 3 പോയിന്റ് മുന്നില്ല. പൊട്ടാ ഇത് പിന്നെയും വെയിറ്റ് അല്ല. വല്ലാണ്ട് പെടുന്ന കളിച്ചാൽ എന്തെങ്കിലും ഔട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയാൽ ഞാൻ എന്തുകൊണ്ട് എടുക്കും. ഓക്കെ, എന്താ ചെക്ക്മേറ്റ് ഉള്ളത്? പക്ഷേ നാലൊരു മാതിരി നമ്മൾ പൊസിഷനൊക്കെ പോയി. ഇതിന് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ഇതുകൊണ്ട് എടുക്കാം. പക്ഷേ പിന്നെ ചെങ്ങായി ഇതിനങ്ങോട്ടാക്കണല്ലേ, ഇതിൻ്റെ റുക്ക് പോകും. ഇതുകൊണ്ട് എടുക്കാം. വല്ലാത്തൊരു കഷ്ടം കേട്ടോ. ഇങ്ങോട്ട് വെക്കുമ്പോൾ നല്ലത്. ഇങ്ങോട്ട് വെക്കുമല്ല, ഇങ്ങോട്ടാ. ഇങ്ങോട്ട് ബിഷപ്പിൻ്റെ ശാഖ പണിയാവും. നമുക്ക് ഷടോ, എന്തൊരു കഷ്ടമല്ല. എങ്ങനെ ഉണ്ടായതൊരു പൊസിഷനായിരുന്നു. ആദ്യം വേണ്ടി കളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പൊട്ടത്തരാൻ നേരിട്ടത്. ഇപ്പം എന്താ കളിക്കാം? പിന്നെന്തായി അല്ല, അപ്പം ഇതിനൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല. പക്ഷേ I should have known. പക്ഷെ എന്തൊരു കസ്റ്റണ്ട് റുക്കിനെ കാണുന്നില്ല. പിന്നെ കറ്റാക്കിയിൽ തുരത്തേണ്ടി വരും, അല്ലാതെ നടക്കൂല. പക്ഷെ ഇവിടെ ബ്ലണ്ടർ ചെയ്യാൻ നല്ല സുഖമാണ്. ബ്ലണ്ടർ ചെയ്യാൻ ഭയങ്കര സുഖം. ടോറോ പക്ഷേ അവന് കീനായാലും എനിക്ക് എടുക്കാൻ പറ്റൂല അല്ലേ. എന്തൊരു കഥയാണ്. അതോ എനിക്ക് ഇതുകൊണ്ട് എടുക്കാന്നോടാ, ബ്ലണ്ടർ ആയിട്ടോ. പക്ഷേ അവൻ കാണാതിരുന്നിട്ട് വേറെ എന്തെങ്കിലും കളിച്ചാൽ മതിയായിരുന്നു. അതല്ല ഇതൊന്ന് വിട്ടിരുന്നെങ്കിൽ ഈ കീനോട് എടുക്കാൻ പറ്റണുള്ളേ. അതാറൊക്കെ ഇനിയിപ്പോൾ എടുക്കാനും പറ്റുള്ളൂ. വേറെ കിട്ടണതായെന്ന് വിചാരിക്കല്ല, ഒന്നുമില്ല. ഇങ്ങോട്ട് വെക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് പോകാനാണെങ്കിൽ ഒരു തോല. ഇതിനെന്താ പ്രൊട്ടക്ട് ചെയ്യണത്? ഇതിനൊന്നും പ്രൊട്ടക്ട് ചെയ്യണില്ലേ? ഒലക്കാൻ ഇത് ഉടുക്കാൻ അല്ല, ഇത് പറ്റില്ല. സോറി ഞാൻ മറന്നു. ഇതുണ്ടേ ഓന് ഈ റുക്കിനൊന്ന് കളിക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ചെക്ക്മേറ്റ് അല്ല, ഇങ്ങോട്ടല്ല. ഈ ചെങ്ങായിൻ്റെ ഒരടക്കം എന്താണ് എന്തൊക്കെയാണ് നോക്കണ്ട്. ഇഷ്ടംപോലെ സമയമുണ്ടാവും. ഞാൻ അങ്ങനെ കളിക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ക്വീനുണ്ട്. ഞാൻ ഇതിനെടുത്തു മൂന്നോടെ എടുത്തു. റുക്ക് സാക്രിഫൈസ് ചെയ്തു. സാക്ക് ദ റുക്ക് എടുത്തു. ഞാൻ ഇങ്ങോട്ട് എടുത്ത് ചെക്ക്. ഓനക്ക് ഒരു മൂവ് അങ്ങോട്ട്. ഓ പറ്റുമോ നോക്കട്ടെ. എന്തായാലും തോൽക്കല്ലേ. ഐ സാക്ക് ദ റുക്ക്. ഗോതം ചെസ്സിൻ്റെ മതി. അതല്ലടാ പൊട്ട. പിന്നെ ഇങ്ങോട്ടാ ഞാൻ ചെക്ക് കൊടുക്കുക. ഇവിടെ ഈ സാധനമല്ലേ.
ഇതൊരു വേണ്ടാത്ത കളിയായിരുന്നു. അതൊക്കെ ഇഞ്ഞ കേട്ടാ ഞാൻ പിന്നെ ചിന്തിച്ചില്ല. ഐ ഡിഡ്ന്റ് തിങ്ക് ദിസ് ത്രൂ. എനിക്ക് കുറേ മിസ്സുണ്ട് കേട്ടോ ഈ കളി, കുറേ മിസ്സാണ്. എൻ്റെ കരുണ കൊണ്ടാണ് ഈ ജീവിക്കണത്, മനസ്സിലാക്കിക്കൊള്ളി. ഞാൻ പൊട്ടനായോണ്ട് അല്ലേ ഈ എപ്പോഴും തോറ്റു. ആ റുക്കിനല്ലേ എന്തൊക്കെയാണ് എനിക്ക് എടുക്കായിരുന്നു. പോണി ഞാൻ എന്നാലും ഒരു 5 പോയിന്റ് ഉണ്ടല്ലേ മേലെ മുന്നിൽ. അതെന്താ അങ്ങനെ തന്നെ കാര്യം. ഓനക്കാണ് ഇഷ്ടം പോലെ സമയം. പക്ഷേ ഇപ്പം എങ്ങനെ കളിച്ചാൽ കാര്യം ഇങ്ങോട്ട് വെച്ചാൽ ഞാൻ എടാ ഒന്ന് ബ്ലണ്ടർ ചെയ്യാതെ നോക്കടാ. ഇവനിത് മാറ്റിയാൽ ഇങ്ങോട്ട് ചെക്ക്മേറ്റാണ് ഈ റുക്കിനെടുത്താൽ. അതാ കാര്യം അവൻ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെ കളയാൻ എങ്ങനെയും നോക്കും. അത് ഇതിനെ മാറ്റിയാലും മതി, ഇതിന് ജസ്റ്റ് ഇങ്ങോട്ടേലും മാറ്റിയാൽ മതി. അപ്പോൾ ഈ വൈറ്റ് സ്ക്വയർ തന്നെ ചെക്ക്മേറ്റാണ്. ഞാൻ അങ്ങനെ വെച്ചു, അത് ചെക്ക്മേറ്റ് അല്ലേ. പൊട്ടനാണ് എത്രങ്ങാനും രീതി ഉണ്ടായിരുന്നു. ചേടാ അതിലെന്തെങ്കിലും ഉണ്ടാവും, ബ്രില്യൻ്റ് ഇറക്കുണ്ടാവും. മിസ്സുകൾ നോക്കിക്കോളി, എത്രയും മിസ് ഉണ്ടാവും. എന്നാലും എന്താ അങ്ങനെ കാട്ടി, നല്ലൊരു പ്ലെയറായിരുന്നു, പറയാതിരിക്കാൻ വയ്യ.